നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്ഷരങ്ങൾ എവിടെ നിന്ന് വന്നു? എവിടേക്കാണ് അക്ഷരങ്ങളുടെ യാത്ര? അതായത് അക്ഷരങ്ങളുടെ കഥ എന്താണ്? ഇതറിയണമെങ്കിൽ നിങ്ങൾ കോട്ടയത്തേക്ക് വന്നോളൂ. കോട്ടയം അക്ഷരനഗരിയാണ്, അതറിയാമല്ലോ അല്ലേ? ഈ അക്ഷരനഗരിയിൽ നാട്ടകത്ത് ഒരു അക്ഷര മ്യൂസിയമുണ്ട്. ചെറിയ മ്യൂസിയമല്ല, അല്പം വലിയ മ്യൂസിയമാണ്. 15,000 ചതുരശ്ര അടി വലിപ്പത്തിലാണ് അക്ഷരങ്ങളുടെ കഥ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അക്ഷരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ മ്യൂസിയം നിങ്ങളെ തൃപ്തിപ്പെടുത്തും. കോട്ടയം മറിയപ്പള്ളിയിൽ MC റോഡിൽ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള 4 ഏക്കർ സ്ഥലത്താണ് മലയാള ഭാഷയുടെ ചരിത്രം വിവരിക്കുന്ന അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി 15,000 ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. അക്ഷരം മ്യൂസിയത്തിന്റെ ആദ്യഘട്ടമാണ് നിലവിൽ പൊതുജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നത്. ഒരു പ്രാദേശിക ഭാഷയെയും ലിപിയെയും അടിസ്ഥാനമാക്കി ഇങ്ങനെ സമഗ്രമായ ഒരു ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ ഒരു വൈജ്ഞാനികവൽക്കരണം ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇത് SPCSൻ്റെ നേതൃത്വത്തിലാണ് ഈ അക്ഷരം മ്യൂസിയം സാധ്യമാക്കിയിരിക്കുന്നത്. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് കാരൂർ നീലകണ്ഠപിള്ളയുടെ അർദ്ധകായ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് അക്ഷരം മ്യൂസിയത്തിലെ പര്യടനം ആരംഭിക്കുന്നത്. പ്രധാന വാതിലിലൂടെ കടന്നു ചെല്ലുന്നിടത്ത് അക്ഷരം മ്യൂസിയത്തിന്റെ ലോഗോ കാണാൻ കഴിയും. പച്ച തെങ്ങോലയിൽ മെടഞ്ഞുണ്ടാക്കിയ പനന്തത്തയുടെ മാതൃകയിലാണ് ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത്. അക്ഷര മ്യൂസിയത്തിൻ്റെ ലോഗോയാണ് നമ്മൾ പിന്നിൽ കാണുന്ന ഈ തത്ത. കുരുത്തോല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ തത്ത. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പ്രതീകമായാണ് തത്ത നമുക്ക് പിന്നിൽ നിൽക്കുന്നത്. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന 4 ഗ്യാലറികളാണ് അക്ഷര മ്യൂസിയത്തിൽ കാണാൻ കഴിയുക. മനുഷ്യഭാഷയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രൊജക്ഷൻ, വാമൊഴി പാരമ്പര്യം, ഗുഹാചിത്രങ്ങൾ, ചിത്രലിഖിതങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളാണ് 1ാം ഗ്യാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളിതുവരെയുള്ള നമ്മുടെ ഭാഷയെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായ അടയാളമാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന എല്ലാ രേഖകളും അടങ്ങുന്നതാണ്, എല്ലാ ദൃശ്യങ്ങളും അടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു ഭാഗം. സംസ്ഥാനത്തെ 36 ഭാഷകൾ കേട്ട് വ്യത്യാസം തിരിച്ചറിയാം. ലോകത്തിലെ 6,000-ഓളം ഭാഷകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ലോകഭാഷാ ഗ്യാലറിയിലേക്ക് പോകുന്ന ഇടനാഴിയിൽ അക്ഷരപരിണാമ ചാർട്ടുകളുടെ പ്രദർശനവും. മനുഷ്യൻ ശബ്ദം കൊണ്ടുള്ള ആശയവിനിമയത്തിൽ നിന്നും ലിഖിതങ്ങളായ ആശയവിനിമയത്തിലേക്ക് കടക്കുന്നത് വരകളിലൂടെയായിരുന്നു. ഇത്തരത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടവയിൽ പിന്നീട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നവയുമായ ഗുഹാചിത്രങ്ങളുടെ മാതൃകകളാണ് ഇവ. എടയ്ക്കൽ, മറയൂർ എന്നിവിടങ്ങളിലെ ഗുഹാചിത്രങ്ങളുടെ മാതൃകകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയുടെ മാതൃകകളും ഇക്കൂട്ടത്തിൽ കാണാം. ഇവിടുത്തെ ആ ഡിസ്പ്ലേ ചെയ്ത വേ ആയാലും പിന്നെ അവർ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയ രീതി ആയാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കളക്റ്റീവ്, ഈ SPCS എന്ന് പറഞ്ഞാൽ കളക്റ്റീവിൻ്റെ ഇനീഷ്യേറ്റീവ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ലിപി പരിണാമത്തിന്റെ ചരിത്രമാണ് 2ാം ഗ്യാലറിയിൽ. ഗുഹാചിത്രങ്ങളുടെ മാതൃകകൾക്കൊപ്പം അവയെക്കുറിച്ചുള്ള വിവരണങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നൽകിയിട്ടുണ്ട്. വിവരണങ്ങൾക്കൊപ്പം നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ ചിത്രങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളും ലഭ്യമാകും. ഇതിനൊപ്പം സ്ക്രീനുകളിലും ഈ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും വീഡിയോകളും കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. വരകളിൽ നിന്നും എഴുത്തിലേക്ക് ഭാഷ വികസിച്ചപ്പോൾ അതിനായി വിവിധ പ്രതലങ്ങൾ മനുഷ്യൻ കണ്ടെത്തി. അതിൽ കളിമൺ പ്രതലങ്ങളും കല്ലുകളും തടികളും
തുണികളും മൃഗങ്ങളുടെ അസ്ഥികളും മൃഗത്തോലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ലോഹത്തടികളും താളിയോലകളുമൊക്കെ ഇതിന്റെ ഭാഗമായി. കല്ലുകളിലെ ലിഖിതങ്ങളുടെ മാതൃകകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പെരുമ്പാവൂർ വീരക്കല്ല് ലിഖിതം പോലുള്ളവ ഭാഷാ ചരിത്രാന്വേഷികൾക്ക് ഏറെ കൗതുകവും ഒപ്പം അറിവും പകരുന്നവയാണ്. ചെമ്പേടുകൾ എന്നറിയപ്പെടുന്ന ചെമ്പു തകിടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഉത്തരവുകളുടെയും ശാസനകളുടെയും മാതൃകകളും ഇവിടെ കാണാം. ആർത്താറ്റ് പടയോല, വെള്ളിമുറ്റം ചെമ്പോല, വാഴപ്പള്ളി ശാസനം, ജൂതശാസനം, തരിസാപ്പള്ളി പട്ടയം തുടങ്ങിയവ ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമാണ്. പ്രാചീന ലിപികളും ശിലാലിഖിതങ്ങളുടെ മാതൃകകളും ഈ ഗ്യാലറിയിലുണ്ട്. മാങ്കുളം ലിഖിതം, ഭട്ടിപ്രോലു ലിഖിതം എന്നിവയൊക്കെ ഇതിൽ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. നാരായവും ആദ്യകാല പേനകളും മഷിയും ഉൾപ്പെടെ പ്രാചീന കാലത്തെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മുന്നേ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളെ ഇവിടെ റീകളക്ട് ചെയ്തിട്ട് അത് വീണ്ടും ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ മോഡലാണ് വെച്ചിരിക്കുന്നത്. മൂന്നാം ഗ്യാലറി അച്ചടിയുടെ ചരിത്രവും പരിണാമവും വികാസവും എല്ലാം പ്രതിപാദിക്കുന്നതാണ്. ഗുട്ടൻബർഗ് ബൈബിൾ മുതൽ മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. അച്ചടിയിൽ ഒരു കാലത്ത് വിസ്മയമായിരുന്ന ടൈപ്പ്റൈറ്റർ എന്ന ഉപകരണത്തിന്റെ വിവിധ മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ സഹകരണ മേഖലയിൽ സാഹിത്യ പ്രവർത്തകരുടെ ആദ്യ കൂട്ടായ്മയായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് നാലാമത്തെ ഗ്യാലറി. കരൂർ നീലകണ്ഠപിള്ള ആണ് അദ്ദേഹത്തിന് കിട്ടിയ റോയൽറ്റിയിൽ നിന്ന് എടുത്ത പണം ഉപയോഗിച്ച് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് വേണ്ടി മേടിച്ച സ്ഥലമാണിത്. എഴുത്തുകാരെ ചൂഷണത്തിൽ നിന്ന് മുക്തരാക്കുക എന്നതായിരുന്നു സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും പുരോഗതിക്കായി നിലകൊണ്ട ഈ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ SPCSന്റെ മുൻകാല സാരഥികളുടെ ചിത്രങ്ങളും SPCS പ്രസിദ്ധീകരിച്ച പഴയ പുസ്തകങ്ങളും ന്യൂസ് റീലുകളുമൊക്കെ കാണാൻ കഴിയും. സാഹിത്യരംഗത്തെ ഒട്ടേറെ പ്രമുഖ വ്യക്തികളുടെ ഒപ്പുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 4 ഗ്യാലറികളും താഴത്തെ നിലയിലാണെങ്കിൽ ഒന്നാം നിലയിൽ ലോകത്തിലെ 6000-ഓളം ഭാഷകളെക്കുറിച്ച് വിവരം നൽകുന്ന ലോകഭാഷാ ഗ്യാലറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. എങ്ങനെ ലാംഗ്വേജ് ഉണ്ടായി എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ പറ്റി. അതിലുപരി പ്രീ ഹിസ്റ്റോറിക് പീരീഡ്സിൽ ഇവർ പെയിൻറ്റിങ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇപ്പം ഹണ്ടിങ്ങിന് പോകണമെങ്കിൽ ആനിമൽസിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ സംതിങ് വെച്ചിട്ട് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അത് സൗണ്ടായി മാറി. ആ സൗണ്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഇവർ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് അതിനെ ലിപിയാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്കിവിടെ വന്നപ്പോൾ പഠിക്കാൻ പറ്റിയത്. അക്ഷരം മ്യൂസിയത്തിന്റെ തുടർഘട്ടങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ അറിവിന്റെ ലോകം വിസ്തൃതമാകും. കോട്ടയത്തെയും സമീപ പ്രദേശങ്ങളിലെയും പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അക്ഷര ടൂറിസം സർക്യൂട്ടും മ്യൂസിയത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചരിത്ര സാംസ്കാരിക പ്രാധാന്യം വിളിച്ചോതുന്ന രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ദേവലോകം അരമന, ചുവർ ചിത്രങ്ങളുള്ള ചെറിയ പള്ളി, തിരുനക്കര ക്ഷേത്രം, കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്ന പനച്ചിക്കാട് ദേവീക്ഷേത്രം, കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകം, താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, ആദ്യകാല പ്രസ്സുകളിലൊന്നായ മാന്നാനം സെന്റ് ജോസഫ് പ്രസ് എന്നിവയാണ് അക്ഷര ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷരം മ്യൂസിയത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ചിരുന്നു. 13,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് അക്ഷരം മ്യൂസിയത്തിന്റെ തുടർഘട്ടങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോകത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ലിപികളുടെ പരിണാമ ചരിത്രം, മലയാള കവിതാ സാഹിത്യ ചരിത്രം, ഗദ്യസാഹിത്യ ചരിത്രം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ അടയാളപ്പെടുത്തുന്ന 8 ഗ്യാലറികൾ ഉൾപ്പെടുന്നതാണ് രണ്ടാം ഘട്ടം. മലയാള ഭാഷയുടെ ആവിർഭാവവും പരിണാമവും നേരിട്ട് കണ്ട് പഠിക്കാൻ മാത്രമല്ല, ആഴത്തിൽ മനസ്സിലാക്കാനും അക്ഷരം മ്യൂസിയത്തിനൊപ്പം വിശാലവും വൈവിധ്യപൂർണവും ആധുനികവുമായ മറ്റൊരു മ്യൂസിയം ഇല്ല എന്ന് തന്നെ പറയാം. വെറുതെ കാഴ്ചക്കാരായി എത്തുന്നവരിൽ പോലും കൗതുകം ജനിപ്പിക്കുകയും അവർക്ക് മലയാളത്തിൻ്റെ സമ്പന്നമായ സാഹിത്യത്തെയും പൈതൃകത്തെയും കുറിച്ച് പുത്തൻ അറിവുകൾ പകരുകയും ചെയ്യുന്നതാണ് അക്ഷരനഗരിയിലെ അക്ഷരം മ്യൂസിയം.